ഈ വർഷം അവസാനത്തോടെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന്റെ ഒരു ശംഖുലി മുഴങ്ങിയിട്ടുണ്ട്. നിതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇതുവരെയുള്ള ചർച്ചകളെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ. അതായത് ബീഹാറിലെ ഒരു മുൻ കേന്ദ്രമന്ത്രി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മാറാൻ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എൻ.ഡി.എ മുന്നണിയിലെ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പശുപതി പരാസിന്റെ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി അടുക്കുന്നത്. ആർ.ജെ.ഡി തലവനായ ലാലു പ്രസാദ് യാദവും തേജ് പ്രതാപ് യാദവും രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി നേതാവായ പശുപതി പരാസിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. അതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കം ബീഹാറിൽ നടക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ വാർത്തകൾ തള്ളിപ്പറയാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ബി.ജെ.പിക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പശുപതി പരാസ് മഹാസഖ്യത്തിൽ ചേർന്നേക്കുമെന്നുള്ള സൂചന ലാലു പ്രസാദ് യാദവ് നൽകുകയും ചെയ്തതോടെ കാര്യങ്ങൾ ഏറെക്കുറെ യാഥാർത്ഥ്യമാവുകയാണ്. ഈ വിഷയത്തിൽ പശുപതി പരാസിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ നിലവിൽ എൻ.ഡി.എ സഖ്യത്തിൽ ഉണ്ട്, താൻ ഇപ്പോഴും സഖ്യം വിട്ടിട്ടില്ല, പക്ഷേ ബി.ജെ.പി തന്നെ കൈവിട്ടു എന്നതാണ് തോന്നുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ബീഹാറിലെ 5 ഘടകകക്ഷികളിൽ 4 പേർക്ക് മാത്രമാണ് ബി.ജെ.പി വില നൽകുന്നുള്ളൂ. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ.ഡി.യു, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ്, ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാൻ മോർച്ച, ഉപേന്ദ്ര കുശാഖയുടെ രാഷ്ട്രീയ ലോക് മോർച്ച, അത് തങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു എന്ന് പശുപതി പരാസ് പറയുമ്പോൾ ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങളുടെ ആദ്യ സൂചനയായി ഈ വാക്കുകളെ കാണാൻ സാധിക്കും. അതിന്റെ ആദ്യപടിയാണ് ആർ.ജെ.ഡി തലവൻ തന്നെ പശുപതി പരാസിന്റെ വീട്ടിൽ അദ്ദേഹത്തെ കാണാനെത്തിയത്. അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലേക്ക് കടന്നു വരാനുള്ള എല്ലാ ചർച്ചകളും ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നത് പശുപതി പരാസും വ്യക്തമാക്കുന്നുണ്ട്.